എച്ചിപ്പാറയിൽ വീടിനു നേരെയുണ്ടായ കാട്ടാനാക്രമണത്തിൽ നിന്ന് വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തവരംകുന്നത്ത് ബഷീറിന്റെ വീടിനു നേരെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. വീടിന്റെ ജനൽ കാട്ടാന തകർത്ത നിലയിലാണ്. വീട്ടുകാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് കാട്ടാനയുടെ പരാക്രമം. ശബ്ദം കേട്ട് വീട്ടുകാർ എണീറ്റ് മുറിയിൽ നിന്നും ഓടിമാറി. ബഷീറിന്റെ വീട്ടുപറമ്പിലെ വാഴകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഭീതിയൊഴിയാതെയാണ് ഈ കുടുംബം ഓരോ രാത്രിയും കഴിച്ചുകൂട്ടുന്നത്. ഒരാഴ്ച മുൻപാണ് ഈ വീട്ടിലെ തന്നെ പുറകിലെ തൊഴുത്ത് ആന തകർത്തിരുന്നു. സമീപത്തെ വീട്ടിലെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങും ആന പിഴുതെടുത്തിരുന്നു. മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണെന്നും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ഞാൻ ഇവിടെ താമസമായിട്ട് കുറെ കാലമായി. ചെറുപ്പം മുതലേ ഇവിടെ താമസമുള്ളതാണ്. ഇപ്പൊ ഇത്രയും കാലത്തിലടക്ക് നമുക്ക് ഈ ആനയുടെ ശല്യം വന്നത് ഇപ്പൊ ഒരു 5-6 മാസമായിട്ടാണ് മെയിനായിട്ട് ഇവിടെ ആനയുടെ ശല്യം വരുന്നത്. ഇവിടെ ഈ പുഴയടുത്ത് കൂടി 2 സൈഡിൽ നിന്നും ആനകൾ വന്ന് അതിലെ പുഴ കടന്നുകൾ വരുന്നുണ്ട്. ഇത് മുകളിൽ നിന്ന് കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മിഞ്ഞാന്ന് വന്നിട്ട് അതേമാതിരി വാഴ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. വാഴ വന്ന് വലിച്ചു കൊണ്ടുവരുന്നു. അപ്പൊ ഈ സൗണ്ട് കേട്ടിട്ട് നമ്മൾ എനിച്ചത് ഇന്നലെ രാത്രി വന്ന് ആന ഇവിടെ കയറിയിട്ട് നമ്മൾ വീടിനോട് ചാരി കയറിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഈ മാവിന്റെ ഉള്ളിൽ നിന്ന് ആന നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടെ ജനല തുറന്നിട്ടിട്ട് ഇവിടെ ആനയെന്ന് പറഞ്ഞ വശം ഈ ആന തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് വന്ന് ഈ ജനലമേ പിടിച്ച് അത് തകർന്നുകൂടി ജനലൊക്കെ തകർന്നു പോയി. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്കാണ് വരുന്നത്. ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾ ഭയപ്പെട്ടിട്ട് രാത്രി നമുക്ക് ഇറങ്ങാനോ പുറത്തേക്ക് ഇറങ്ങാനോ പറ്റില്ല. നമുക്കൊരു സാധനം വെച്ചുണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ ആകെ 2 വാഴ ഉണ്ടായിരുന്നത് ഇലയുടെ ആവശ്യമെങ്കിലും കിട്ടുമെന്നാണ് ചെയ്ത്. അപ്പൊ അതും നമുക്കിവിടെ കിട്ടാത്ത കണ്ടീഷനാണ്. നിൽക്കാൻ ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് എത്തിയിട്ടുണ്ട്. കാട്ടാന ശല്യം മേഖലയിൽ രൂക്ഷമായതോടെ ആളുകൾ ഭീതിയിലാണെന്നും തോട്ടങ്ങളിലെ കാലഹരണപ്പെട്ട റബ്ബർ മരങ്ങൾ റീപ്ലാന്റേഷൻ നടത്തിയാൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാനക്കൂട്ടം എത്തുന്നത് തടയാനാകുമെന്നും പഞ്ചായത്ത് അംഗം അഷ്റഫ് ചാലിയത്തൊടി പറഞ്ഞു. ഈ പ്രദേശത്ത് ആനയുടെ അതിരൂക്ഷമായ ആക്രമണമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ വളരെ പ്രശ്നത്തിലും ബഹീനരുമാണ്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ടൊരു ഘടകം ഈ വസുപ്രദ ലിമിറ്റഡിൻ്റെ കുറേ കാലഹരണപ്പെട്ട മരങ്ങൾ മുറിച്ചു മാറ്റി റീപ്ലാന്റിങ് ചെയ്യേണ്ടതുണ്ട്. അതിന് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ റീപ്ലാന്റേഷൻ ചെയ്യുന്നതിന് ആവശ്യമായ നടപടി കൈക്കൊള്ളണം. എന്നാൽ മാത്രമാണ് ഈ വിഷയത്തിന് ഒരു പരിധി വരെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിധി എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു 100% വരെ ആ വനപ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് ഒരു പരിഹാരമാർഗമാവുകയുള്ളൂ. അതിനാവശ്യമായ നടപടികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. അതൊരു പ്രധാനപ്പെട്ട വിഷയം. 2, ചിമ്മിനി ടൂറിസത്തിന് കാത്തു കിടക്കുകയാണ് ചിമ്മിനി. തൊട്ടടുത്ത ഈ മാസത്തിൽ തന്നെ തൊട്ടടുത്തൊരു ദിവസം തന്നെ ചിമ്മിനിയുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് പ്രവർത്തനോദ്ഘാടനം നമ്മളെ ബഹുമാന്യ MLA നടത്താനിരിക്കുകയാണ്. അപ്പോൾ ടൂറിസ്റ്റുകൾ കൂടുതൽ ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ട്. ഈ ആനശല്യം ഈ പാലപ്പള്ളി മുതൽ എച്ചിപ്പാറ വരെയുള്ള പ്രധാന റോഡിലും ആനശല്യം വളരെ രൂക്ഷമാണ്. ബന്ധപ്പെട്ട അധികാരികളോട് പറയുന്നത് അതിനാവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് കൈകൊള്ളും വേണം. പിന്നെ ട്രഞ്ച് ഫെൻസിങ് പോലെയുള്ള മറ്റുള്ള ക്രമീകരണങ്ങൾ നടത്തിയാൽ ആനകളുടെ ശല്യം വളരെ കുറയും. കാട്ടാന ശല്യത്തിനു പുറമെ കുരങ്ങിന്റെയും മലയണ്ണാന്റെയും ശല്യം മൂലം കാർഷിക വിളകൾ നടാനാവാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു.